യുദ്ധാനന്തരം പിച്ചച്ചട്ടിയെടുത്ത് തെണ്ടേണ്ട അവസ്ഥയിലേക്കാണ് ഇസ്രായേൽ ഇപ്പോൾ ചെന്നെത്തിയിരിക്കുന്നത്. ഫണ്ട് പിരിവ് നടത്തി ഇസ്രായേലിന് വീണ്ടും ജീവൻ കൊടുക്കാൻ കഷ്ടപ്പെടുകയാണ് പാവം ഭരണകൂടം. അത്രത്തോളം വലുതായിരുന്നു ഇറാന്റെ തിരിച്ചടി. ഗാസയിൽ ഇസ്രായേൽ ചെയ്തു കൂട്ടിയതിനൊക്കെയുള്ള കൃത്യമായ മറുപടിയായിരുന്നു ഇറാൻ നൽകിയ തിരിച്ചടി. രാജ്യത്തെ പ്രധാന ഭാഗങ്ങളിലൊക്കെ തന്നെ ഇറാൻ മിസൈൽ വർഷം നടത്തി. ഇസ്രായേൽ ഒരു തീഗോളമായി മാറി. ജീവനിൽ കൊതിയുള്ള മനുഷ്യരൊക്കെ ബങ്കറിൽ ഒളിച്ചു. ഗാസയിൽ ജീവനും കൊണ്ടോടിയ മനുഷ്യരുടെ നിലവിളി കേൾക്കാതെ ഇസ്രായേൽ കുരുതി നടത്തിയപ്പോൾ അവർ ഓർത്തില്ല ഇതേ അവസ്ഥ നിങ്ങളുടെ ജനതയ്ക്കും ഉണ്ടാകുമെന്ന കാര്യം. അത് ഇറാൻ തെളിയിച്ചു കൊടുത്തു. ഗാസയിലെ കുഞ്ഞുങ്ങൾക്കൊടുവിൽ ഇതാ ഇറാൻ നീതി നടപ്പിലാക്കി. വെറുതെ ഇരുന്ന ഇറാന്റെ വായിൽ പോയി കൈയിട്ട് പണി വാങ്ങുകയായിരുന്നു ഇസ്രായേലും അമേരിക്കയും എന്ന കാര്യം നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. എന്നിട്ടോ ഇറാനെ തകർത്ത് തരിപ്പണമാക്കിയെന്ന് പാടി നടക്കുകയാണവർ. എന്നാൽ ഇറാന്റെ ആണവ കേന്ദ്രത്തിന് പോലും ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല എന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. അമേരിക്ക തകർക്കാൻ ശ്രമിച്ച ആണവ കേന്ദ്രങ്ങളൊക്കെ തന്നെ പൂർവാധികം ശക്തിയോടെ തിരിച്ചുവരവിന്റെ പാതയിലാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു. അപ്പോൾ അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം ഉയരുകയാണ്, പിന്നെ എന്തിനാണ് ഈ 12 ദിനങ്ങൾ നിങ്ങൾ യുദ്ധം തുടർന്നുകൊണ്ടേയിരുന്നത് എന്നത്. ലോകത്തിന്റെ മുന്നിൽ നിങ്ങൾ എത്ര മറച്ചു പിടിച്ചാലും ഇസ്രായേലിൽ കനത്ത പ്രഹരമാണ് ഇറാൻ ഉണ്ടാക്കിയെടുത്തത് എന്ന കാര്യം ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ഗാസയെ തച്ചു തകർക്കുമ്പോൾ അവിടുത്തെ അവസാനത്തെ ഫലസ്തീൻ വംശജനെയും കൊല്ലാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എന്താണ് കരുതിയത്? നിങ്ങളുടെ നാടും അവിടുത്തെ ജനതയും ഏത് കാലത്തും സുരക്ഷിതരാണെന്നോ? എന്നാൽ ഇറാന്റെ മിസൈൽ വർഷത്തിൽ ആടി ഉലഞ്ഞു പോയില്ലേ നിങ്ങൾ ഇത്ര നാളും കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ തന്നെ. ഇസ്രായേലിലെ തകർന്ന കെട്ടിടങ്ങൾ ഗാസയെ ഓർമ്മിപ്പിക്കുകയാണ്. അവിടുത്തെ പാവം കുഞ്ഞുങ്ങളെ പോലും കൊന്നുതള്ളിയ ഇസ്രായേലിന്റെ ക്രൂരതയ്ക്ക് ഇറാൻ കൊടുത്ത തക്ക ശിക്ഷയുടെ ഞെട്ടലിൽ നിന്നും രാജ്യം ഇതുവരെ മോചനം നേടിയിട്ടേയില്ല. പണവും പ്രതാപവും നഷ്ടപ്പെടും എന്ന ഘട്ടത്തിലാണ് യുദ്ധം അവസാനിപ്പിക്കാമെന്ന തീരുമാനം പോലും സ്വീകരിച്ചത്. അവസാനം ഇസ്രായേലിലും ബാക്കിയായത് തകർന്ന കെട്ടിടങ്ങളും മനുഷ്യരുടെ നിലവിളികളും മാത്രമാണ്. എന്നാൽ യുദ്ധമുണ്ടാക്കിയ മുറിവുണക്കാൻ പിച്ചച്ചട്ടി എടുത്ത് തെണ്ടേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഇസ്രായേലിൽ കാര്യങ്ങൾ എത്തിയത്. ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേലിലെ 40,000-ലധികം വീടുകളും ബിസിനസ്സുകളും തകർന്നുവെന്നും 10,000-ലധികം ആളുകളെ മാറ്റി പാർപ്പിച്ചുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇവരെ സഹായിക്കാൻ സംഭാവന ആവശ്യപ്പെട്ട് ഇസ്രായേലി സന്നദ്ധ സംഘടനയായ ഓജൻ ധനസമാഹരണവും തുടങ്ങിക്കഴിഞ്ഞു. ഇവരുടെ വെബ്സൈറ്റിലും ടൈംസ് ഓഫ് ഇസ്രായേൽ നൽകിയ വാർത്തയിലുമാണ് നഷ്ടക്കണക്ക് ഉദ്ധരിക്കുന്നത്. ജൂൺ 13-ന് ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷൻ റൈസിംഗ് ലയണിന് മറുപടിയായി ഇസ്രായേലിലുടനീളമുള്ള നഗരങ്ങളിൽ ദിവസവും ഇറാൻ മിസൈൽ ആക്രമണം നടത്തിപ്പോന്നു. ഇറാനിയൻ മിസൈലുകൾ മുഴുവൻ അയൽപ്പക്കങ്ങളെയും തകർത്ത് കളഞ്ഞു. 10,600-ലധികം ആളുകളെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. 40,000-ലധികം വീടുകളും ബിസിനസ്സുകളും തകർന്നു വീണു. ഓരോന്നിനും പിന്നിൽ ഓരോ കുടുംബം സാമ്പത്തികമായി തകർന്നു വീഴുകയാണ് ചെയ്തത്. തെരുവുകൾ തകർന്നു കിടക്കുന്നു. ഉപജീവന മാർഗങ്ങൾ ഇല്ലാതായി. കടകൾ അടഞ്ഞുകിടക്കുന്നു. ശമ്പളമില്ലാതായി. വീടുകൾ വാസയോഗ്യമല്ലാതായി. വൻതോതിലുള്ള നാശനഷ്ടങ്ങൾ നേരിടേണ്ടി വന്നു. 3 ലക്ഷത്തിലധികം റിസർവ് സൈനികരെ വിളിച്ചു വരുത്തി. പലരും അവരുടെ കുടുംബാംഗങ്ങളെയും ചെറുകിട ബിസിനസ്സുകളെയും ഉപേക്ഷിച്ചാണ് സൈനിക വൃത്തിക്ക് ഇറങ്ങിത്തിരിച്ചതുപോലും. ആക്രമണബാധിത മേഖലകളിലെ സാമ്പത്തിക ഇടപാടുകൾ സ്തംഭിച്ചിരിക്കുകയാണ്. ആയിരക്കണക്കിന് ബിസിനസ്സുകൾ അടച്ചുപൂട്ടുകയോ പ്രതിസന്ധി നേരിടുകയോ ചെയ്യുന്നു. ഈ സംഖ്യകൾ ദിവസം തോറും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഭൗതിക സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ പ്രാദേശിക സർക്കാർ സംവിധാനങ്ങൾ പ്രയാസപ്പെടുന്നുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. തുടക്കത്തിൽ 100 ബില്യൺ ഇസ്രായേൽ ഷെക്കോൽ, അതായത് 252.72 കോടി ഇന്ത്യൻ രൂപ സമാഹരിച്ച് സഹായിക്കാൻ എത്തണമെന്നാണ് ഓജന്റെ ശ്രമം നടക്കുന്നത്. യുദ്ധത്തിൽ കൂടുതൽ നാശനഷ്ടം നേരിട്ട വീടുകൾക്കും ചെറുകിട ബിസിനസ്സുകൾക്കും ഉടനടി സഹായം നൽകുമെന്നും ഇവർ പറയുന്നുണ്ട്. ഇതാണ് പറയുന്നത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന്. കഴിഞ്ഞ 2 വർഷമായി ഇസ്രായേൽ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? ഹമാസിനെ വിരട്ടാനാണെന്നും പറഞ്ഞിട്ട് ഗാസയിൽ അവർ ചെയ്ത നരനായാട്ടിന് ഇപ്പോൾ ഇതാ ഇറാൻ തക്ക ശിക്ഷയാണ് നൽകിയിരിക്കുന്നത്. 2023 ഒക്ടോബർ 7-ന് ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ ഗാസയിൽ നടത്തിയ സൈനിക നടപടികൾ 56,000-ലധികം ഫലസ്തീനികളുടെ മരണത്തിന് കാരണമായിട്ടുണ്ട്. ഗാസയെ തകർത്ത് കളയുന്ന ഒരു നീക്കമായിരുന്നു ഇത്. ഈ ആക്രമണങ്ങൾ മേഖലയിൽ വലിയ പ്രതിഷേധങ്ങൾക്കും വഴിയൊരുക്കി. ഇറാനെ പോലുള്ള രാഷ്ട്രങ്ങൾക്ക് ഇസ്രായേലിനെതിരെ പ്രതികാര നടപടികൾ സ്വീകരിക്കാൻ പ്രചോദനമായതും ഈ കാര്യം തന്നെയാണ്. 2025 ജൂൺ 13-ന് ആരംഭിച്ച 12 ദിവസത്തെ ഇറാൻ ഇസ്രായേൽ യുദ്ധം ഗാസയിലെ ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങൾക്ക് മറുപടിയായി ഇറാന്റെ തന്ത്രപരമായ പ്രതികരണമായി ചിലർ വിലയിരുത്തിയിട്ടുമുണ്ട്. ഇറാന്റെ യുദ്ധതന്ത്രം എന്ന് പറയുന്നത് അസമമായ യുദ്ധരീതികളിൽ അധിഷ്ഠിതമായിരുന്നു. ഇസ്രായേലിന്റെ ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ഇറാൻ ഡ്രോണുകളെയും മിസൈലുകളെയും തുടർച്ചയായ ആക്രമണങ്ങളിലൂടെ വെല്ലുവിളിച്ചു.
ഹൈഫ, ടെല്ലവീവ്, ബിർഷബ തുടങ്ങിയ ഇസ്രായേൽ നഗരങ്ങളിൽ ഇറാന്റെ മിസൈലുകൾ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഇസ്രായേലിന്റെ അഭേദ്യമെന്ന് കരുതപ്പെട്ടിരുന്ന ഇരുമ്പ് ഗോപുരം, അതായത് ഒരു ശക്തിക്കും തകർക്കാനാകില്ല എന്ന് പറഞ്ഞ് ഇസ്രായേൽ ഉണ്ടാക്കിയെടുത്ത അയൺ ഡോമിനെ പോലും തച്ച് തകർത്തുകൊണ്ടായിരുന്നു ഇറാൻ മിസൈൽ വർഷം നടത്തിയത്. ഈ ആക്രമണങ്ങൾ ഇസ്രായേലിന് സുരക്ഷാബോധത്തെ തകർത്തു കളഞ്ഞു. 80-ലധികം പേർക്കാണ് ഈ ആക്രമണത്തിൽ പരിക്കേറ്റത്. 25 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇസ്രായേലും US-ഉം ഇറാന്റെ ഫോഡോ, നദാൻസ്, ഇസ്ഫാൻ എന്നിവിടങ്ങളിലെ ന്യൂക്ലിയർ സൗകര്യങ്ങൾ ആക്രമിച്ചുവെങ്കിലും ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാം പൂർണ്ണമായും തകർക്കാൻ അവർക്കായിട്ടില്ല. US ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം ആക്രമണങ്ങൾ ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണത്തെ കേവലം മാസങ്ങൾ മാത്രമാണ് പിന്നോട്ടടിപ്പിച്ചത്. ഇറാന്റെ ഭൂമിക്കടിയിലെ ഫോഡോ സൗകര്യം 90 മീറ്റർ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ പൂർണ്ണമായും നശിക്കപ്പെടാൻ പ്രയാസവുമാണ്. ഇത് ഇറാന്റെ പ്രതിരോധ ശേഷിയുടെ തെളിവായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇസ്രായേൽ ലക്ഷ്യമിട്ടത് ഇറാന്റെ ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്തലായിരുന്നു. എന്നിരുന്നാലും ഇറാന്റെ ജനങ്ങൾ യുദ്ധസമയത്ത് ഭരണകൂടത്തിന് പിന്തുണ പ്രകടിപ്പിച്ച് രംഗത്ത് വന്നു. പ്രതിഷേധങ്ങൾ ഗണ്യമായി കുറഞ്ഞു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഭരണകൂടത്തിന്റെ സ്ഥിരത നിലനിർത്തിപ്പോന്നു. ഇത് ഇസ്രായേലിന്റെ റെജീം മാറ്റ ലക്ഷ്യത്തെ പൂർണ്ണമായും പരാജയപ്പെടുത്തുന്നതായിരുന്നു. ഇറാന്റെ ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ ശ്രദ്ധ ഗാസയിൽ നിന്ന് തിരിച്ചുവിടാൻ ഉപകരിച്ചിട്ടുണ്ട്. ഗാസയിലെ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഹമാസിനെ ദുർബലപ്പെടുത്തിയെങ്കിലും ഇറാന്റെ പ്രതിരോധ അച്ചുതണ്ടിന്റെ, അതായത് ആക്സിസ് ഓഫ് റെസിസ്റ്റന്റിന്റെ ഭാഗമായ ഹമാസിന് പിന്തുണ നൽകാനുള്ള ഇറാന്റെ പ്രതിബദ്ധത ശക്തമാണ്. 2025-ലെ യുദ്ധം ഗാസയിലെ ഫലസ്തീനുകളുടെ ദുരിതത്തിന് മറുപടിയായി ഇറാന്റെ പ്രതികാരമായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ നഗരങ്ങളിൽ ഭീതി പരത്തി. ഗാസയിൽ ഫലസ്തീനുകൾ അനുഭവിക്കുന്ന ഭീതിയുടെ പ്രതിഫലനം കൂടിയായിരുന്നു ഇത്. കൂടാതെ ഖത്തറിലെ US സൈനിക താവളത്തിനെതിരായ ഇറാന്റെ ആക്രമണം ഗാസയിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന US-ന് ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നതായിരുന്നു. ഇറാൻ തന്ത്രപരമായ ചില നേട്ടങ്ങൾ കൈവരിച്ചുവെങ്കിലും ഇസ്രായേലിനെ പരാജയപ്പെടുത്തിയെന്ന വാദം അതിശയോക്തികരമാണ്. ഇറാൻ തന്ത്രപരമായ നേട്ടങ്ങളാണ് ഈ യുദ്ധത്തിൽ കൈവരിച്ചത്. കൃത്യമായി പറയുകയാണെങ്കിൽ ഇസ്രായേലിനെയും അമേരിക്കയെയും വിറപ്പിക്കാൻ ഇറാന് സ്വന്തം കഴിഞ്ഞു എന്നത് നമ്മളിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇസ്രായേൽ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനവും അതുപോലെ ന്യൂക്ലിയർ സൗകര്യങ്ങളും ഒക്കെ ആക്രമിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. 639 പേരെ കൊല്ലുകയും 1326 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാന്റെ പ്രതികാര ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ സൈനിക ശക്തിയെ പൂർണ്ണമായും തകർത്തിട്ടുമുണ്ട്. എന്നാൽ ജനങ്ങളിൽ ഭീതി വിതയ്ക്കാൻ ഇറാന് കൃത്യമായിട്ട് കഴിഞ്ഞു എന്നത് നമ്മളിവിടെ എടുത്തു പറയണം. US മധ്യസ്ഥത വഴി ഉണ്ടായ യുദ്ധവിരാമം ഇരു രാഷ്ട്രങ്ങളും തങ്ങളുടെ വിജയം അവകാശപ്പെട്ട് പിന്മാറാൻ അനുവദിക്കുകയായിരുന്നു. ഇസ്രായേൽ പറയുന്നത് ഇസ്രായേലാണ് വിജയിച്ചത്, എന്നാൽ ഇറാൻ പറയുന്നതോ ഇറാന്റെ വിജയമാണെന്ന്. പക്ഷേ ഈ യുദ്ധാനന്തരം ഇസ്രായേലിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞ വാർത്ത. 2025-ലെ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഇറാൻ തന്റെ പ്രതിരോധ ശേഷിയും ഭരണകൂടത്തിന്റെ സ്ഥിരതയും നിലനിർത്തിപ്പോന്നു. ഇസ്രായേലിന്റെ നഗരങ്ങളിൽ നാശനഷ്ടങ്ങൾ വരുത്തി. ഗാസയിലെ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്ക് പ്രതികാരമായി ഒരു ശക്തമായ സന്ദേശവും ലോകത്തിന് നൽകി. എന്നിരുന്നാലും ഇസ്രായേലിന്റെ സൈനിക ശക്തിയും US-ന്റെ പിന്തുണയും ഇറാന്റെ നേട്ടങ്ങളെ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ഈ യുദ്ധം ഗാസയിലെ സംഘർഷത്തിന്റെ വിശാലമായ മേഖലാ പ്രത്യാഘാതങ്ങളെ എടുത്തു കാണിക്കുന്നതാണ്. അതേസമയം ഇസ്രായേലിനോടൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയും തയ്യാറായിരുന്നു. കുറെ കാലമായി അമേരിക്ക വരച്ച വരയിലേക്ക് കാര്യങ്ങൾ എത്താതെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു നീക്കം നടത്താൻ അവർ തയ്യാറായത്. എല്ലാവരെയും വരച്ച വരയിൽ നിർത്തി മാത്രം ശീലിച്ച അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ വിഷയത്തിൽ അവർ വൻ പരാജയമാണ് നേരിട്ടത്. എന്നാൽ ഇറാനെ ആക്രമിച്ച അമേരിക്ക അത് മഹാസംഭവമായി കൊട്ടിഘോഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇറാനിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തെ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിരോഷിമയിൽ നടത്തിയ അണുബോംബ് സ്ഫോടനത്തിനോട് താരതമ്യം ചെയ്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന വാർത്ത അതിനെ സാധൂകരിക്കുന്നതാണ്. നാറ്റോ ഉച്ചകോടിക്കിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമേരിക്കൻ ആക്രമണം ഇറാന്റെ ആണവ പദ്ധതികളെ പതിറ്റാണ്ടുകൾ പിന്നോട്ടടിപ്പിച്ചുവെന്നും ട്രംപ് അവകാശപ്പെട്ടു. ആ ഒരു അടിയാണ് യുദ്ധം അവസാനിപ്പിച്ചത്. ഹിരോഷിമയെയോ നാഗസാക്കിയോ അതിന് ഉദാഹരണമായി കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതിന് സമാനമായ കാര്യം തന്നെയാണ് ഇപ്പോൾ യുദ്ധം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അവർ ഇപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ട്രംപിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. കുറെ കാലത്തേക്ക് ഇറാൻ ബോംബുകൾ ഉണ്ടാക്കാൻ പോകുന്നില്ലെന്നാണ് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് കനത്ത നാശനഷ്ടമാണ് സംഭവിച്ചതെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ബങ്കർ ബസ്റ്റർ ബോംബ് ആക്രമണത്തിൽ ആണവ സംവിധാനങ്ങൾ തകർന്നില്ലെന്ന പെന്റഗൺ റിപ്പോർട്ട് ട്രംപ് തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സഹായം വാഗ്ദാനം ചെയ്തതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ താനത് നിരസിച്ചുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. വ്ളാഡിമിർ തന്നെ വിളിച്ചുവെന്നും ഇറാനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചുവെന്നും ട്രംപ് പറയുന്നു. എന്നാൽ തനിക്ക് ഇറാനുമായി ബന്ധപ്പെട്ട ഒരു സഹായവും
സഹായവും ആവശ്യമില്ലെന്ന് അറിയിക്കുകയും ചെയ്തുവെന്നാണ് അദ്ദേഹം പറയുന്നത്. ഹേഗിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിൽ മാധ്യമപ്രവർത്തകരോടാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. തനിക്ക് സഹായം വേണ്ടത് ഇറാന്റെ കാര്യത്തിലല്ലെന്നും റഷ്യ ഉക്രൈൻ ചർച്ചയിൽ റഷ്യ കരാർ പൂർത്തിയാക്കാൻ സമ്മതിക്കണമെന്നും താൻ വ്ളാഡിമിറിനെ അറിയിച്ചതായി ട്രംപ് പറയുന്നു. അതേസമയം ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ ബോംബാക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് റഷ്യ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അമേരിക്കയുടെ നടപടികൾ സംഘർഷത്തിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും പുതിയൊരു സംഘർഷാവസ്ഥയിലേക്ക് വഴിയൊരുക്കുകയും ചെയ്തുവെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവും പ്രതികരിച്ചു. എന്തായാലും ഇറാന്റെ തിരിച്ചടിയിൽ ഇസ്രായേലിന് കാര്യമായ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഗാസയിൽ അവർ ചെയ്തു കൂട്ടിയതിനുള്ള ശിക്ഷയായിട്ട് തന്നെയാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. ദൈവം കൊടുത്ത ശിക്ഷ. അപ്പോൾ നിങ്ങളും ഇങ്ങനെ തന്നെയാണോ കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും പരമാവധി ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.